വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കാനും പിടിക്കാനൊന്നും പറ്റാറില്ല കേട്ടോ. ഇന്നലെയൊക്കെ തീരെ വയ്യാണ്ട് ഒരു കിടപ്പായിരുന്നു. നോക്കിയാൽ മുഖത്തൊക്കെ ഒരു നീരിൻ്റെ നീരുണ്ട്. എന്താ പറയുക, ശരീരം മൊത്തം ഭയങ്കര വേദനയും എന്താണെന്ന് അറിയില്ല. ഫുള്ളും ഭയങ്കര ക്ഷീണമാണ്. ഒരു വിധത്തിൽ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ വെച്ചു. ചിലപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോയി നമ്മളവിടെ അഡ്മിറ്റ് ചെയ്യും. പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തരും. അത് പേടിച്ചിട്ട് പോയില്ല. ഒരു വേദന ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരണമെന്നുണ്ട്. ശരീരം മൊത്തം ഭയങ്കര വേദനയായിരുന്നു. എന്താണാവോ എന്തോ പനിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇന്ന് രാവിലെ കുളത്തിന് കടലക്കറി പുട്ട വേണ്ട. പക്ഷെ ഇന്നലെ അന്നേരത്തെ കടല ഇട്ടത് വെള്ളക്കടല ഇട്ടു. അതല്ല വേണ്ട. മറ്റേത് കഴിക്കുക എന്താണെന്ന് അറിയില്ല. എന്തായാലും ഉണ്ടാക്കുക. ചോറ് കൊണ്ടുപോകാൻ ഇഷ്ടമല്ല. എന്താണെന്ന് അറിയില്ല. കുട്ടിക്ക് ചോറാ കൊണ്ടുപോടുക. എന്താണ് അവൻ്റെ തീറ്റ. ഞാനിപ്പോൾ വെള്ളക്കടലക്കറി ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ വെള്ളക്കടലയാണ് കേട്ടോ. അതെന്താണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പൊട്ടി. അത് ഞാൻ നോക്കിയിരുന്നു കേട്ടോ. വെള്ളക്കടല കേട്ടോ അതിനായിട്ട് ഇട്ടത്. നമ്മൾ ബ്ലാക്ക് കടലയാണ് ഇടാറ് പുട്ടിന്. ഇന്ന് ഞാൻ വെള്ളക്കടല കറി പുട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ വാട്ടിയതിന് ശേഷം ആ മസാല ഒന്ന് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇളക്കി നമ്മൾ കടലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് കടലയും മല്ലിയിലും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അരപ്പും കൂടി ചേർത്തു. ഇനി അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഒക്കെ ഒന്ന് സെറ്റാണ്. എനിക്ക് നന്നായി ഇളക്കി കൊടുക്കാനുണ്ട്. എനിക്ക് ഇന്നലെ ഭയങ്കര മേലും കൈവേദനയും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഭയങ്കര തലവേദന മേലും കൈവേദന ഒക്കെ ആക്കാനും എനിക്കിങ്ങനെ എന്താണെന്ന് അറിയില്ല. പനിയുടെയാണോ ഉള്ളിൽ പനി ഉണ്ടായിരുന്നോ എന്താണെന്നല്ല. വായിക്ക് ടേസ്റ്റോ ഉപ്പോ ഒന്നും അറിയണില്ല കേട്ടോ. അത് നമ്മൾ കറിയൊക്കെ സെറ്റ് ചെയ്തു. പുട്ടിലേക്കുള്ള പൊടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കണം. കാരണം നമുക്ക് ടൈം കിട്ടില്ല. എന്ന് വെച്ചാൽ കുണുക്കനെ കുളിപ്പിക്കണം, ഞാൻ കുളിക്കണം, അത് കഴിഞ്ഞ് അതിനായിട്ട് കുളിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് അതിലാണ് നമുക്ക് ഈ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. അപ്പോൾ സ്നാക്സിനായിട്ട് നമ്മൾ കുറച്ച് പാൻ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തൈര് ഒഴിച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് ഇട്ടിട്ട്. പിന്നെ മാതളമല്ല കേട്ടോ, മൂസമ്പിയാണ് കേട്ടോ ഞാൻ ചെത്തുന്നത്. മൂസമ്പി ഇവിടെ കുണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 3 കുറ്റിയിൽ 2.5 കുറ്റി പുട്ടുണ്ടാക്കിയോളൂ കേട്ടോ. ഉണ്ണുകൾക്ക് കൊണ്ടുപോകാൻ കഴിച്ച് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതേ പുട്ടൊക്കെ കുത്തി അതിന് ശേഷം നമ്മൾ മൂസമ്പിയിലേക്ക് കുറച്ച് ഉപ്പും ഒരു നുള്ള് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ണികൾക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമാണ്. ഉണ്ണികൾക്ക് മാത്രമല്ല എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മൂസമ്പി തൊലിയൊക്കെ ചെത്തി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് അതിന് കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. മധുരം പുളിയും കൂടിയുള്ള മൂസമ്പിയാണ് കേട്ടോ. വെറും മധുരം മാത്രമാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, പുളിയും കൂടി വേണം കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തു. കടലക്കറി അത് കൊണ്ടുവച്ചു. പിന്നെ പുട്ട് കൊണ്ടുവച്ചു. അങ്ങനെ ഓരോ വശം ഓരോ കാര്യങ്ങൾ കഴിച്ച് വെച്ചിട്ടു. പിന്നെ ഏകദേശം അടക്കള ജസ്റ്റ് ഒന്ന് വെറുതെ തുടച്ചിട്ടു. ഫുള്ളും ക്ലീൻ ആക്കാനുള്ള ടൈമില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഉണ്ണോൾക്ക് ഫുഡാക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ തുടച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നല്ല പാത്രങ്ങളൊക്കെ തുടച്ച് സെറ്റ് ചെയ്യാണ്. അപ്പോൾ സ്നാക്സിനായിട്ട് നമുക്കുള്ളത് പാൻ കേക്കും മൂസമ്പിയാണ് കേട്ടോ. ലഞ്ചിനുള്ളത് കടലക്കറി ഇതാണ് കേട്ടോ. നല്ല വെള്ള കടലക്കറി, നല്ല ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ നമ്മൾ കഷ്ണം പുട്ട് ഇങ്ങനെ പൊടിച്ചിട്ടാണ് ഇടുന്നത്. ഉണ്ണുകൾക്ക് എണ്ണം കിട്ടാതിരിക്കാനുള്ള പണിയാണ് കേട്ടോ. അങ്ങനെ അത് പൊടിച്ചിട്ടു. പിന്നെ ഞാൻ അവസാനം കുണുക്കനുള്ളതാട്ടോ. കുണുക്കനുള്ളത് കുറച്ച് കടലക്കറി, പുട്ടും ഇതുവരെ പീസായിട്ടാണ് ഇട്ടിടുന്നത്. അപ്പോഴേക്കും നമ്മുടെ കുണിക്കുമ്പോൾ വന്നിട്ട് അമ്മയ്ക്ക് ബനിയും ഉള്ളിലേക്ക് ആക്കിയെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ യൂണിഫോമൊക്കെ തേച്ചാൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ യൂണിഫോം തന്നെ ഇടും കേട്ടോ കുണിക്കണോടിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനതൊക്കെ ഉണ്ടെങ്കിൽ ഞാനോ അന്വേഷണോ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലിയറായിട്ട് ഇടാൻ ആൾക്കറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ബനിയൻ്റെ കുടുക്കൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും മൂപ്പര് ഒരു ഉമ്മയൊക്കെ തന്നു. ഞാനും ചേച്ചിയൊരു ഉമ്മ കൊടുത്തിട്ടോ. അപ്പോൾ ഒരു മാധവദേവത്തിൻ്റെ കുശുമ്പായിട്ട് അപ്പോൾ അവൻ്റെ വന്ന് കെട്ടി പിടിക്കണം കേട്ടോ. അപ്പോൾ കുണക്കന് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്, ഒരു സുഖമില്ല കേട്ടോ. ഇന്നലെ ഇന്നലെ രാത്രി ചെറിയൊരു പനിയുണ്ടായി. പക്ഷേ അതിനെ ഗുളിക കൊടുത്തില്ല കേട്ടോ. പിന്നെ രാത്രി കുഴപ്പമൊന്നുമില്ല. രാവിലെ വെച്ചപ്പോൾ ചെറിയൊരു ചീമ്പിയ പോലെ ഉണ്ടായിരുന്നു. കുറച്ച് പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ കുണുക്കനുള്ള ഫുഡാണ് കേട്ടോ. കുണുക്കനും കുറച്ച് പുട്ടൊക്കെ പൊടിച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എണ്ണം കിട്ടി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. പിന്നെ കുണിക്കുമ്പോൾക്ക് സ്നാക്സായിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ പാൻ കേക്കും
മാതള നാരങ്ങയാണ് കേട്ടോ. 2 മാതളം ഉണ്ടായിരുന്നു, ഒരു 4-5 പീസ് മാതളം വീതും ഒരു കേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ രണ്ടും കഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം നേരത്തെയൊക്കെ വിശപ്പ് മാറാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ നമ്മളതൊക്കെ ആക്കിയതിന് ശേഷം കുണുക്കനും പാൻ കേക്കും മോസമ്പിയും ഒക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ആ പാത്രങ്ങളൊക്കെ അടച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. അതിനിടെ നമ്മൾ കുണുക്കൻ്റെ ചോറ്റുപാത്രമാണ് അത് പൊതിഞ്ഞത്. കുണുക്കിൻ്റെ ചോറ്റുപാത്രം ജസ്റ്റ് ഒന്ന് പൊതിയണം കേട്ടോ. അപ്പോൾ ഈ കുണുക്കൻ്റെ ബാഗ് പൊട്ടിയിട്ട്, പക്ഷേ കുണുക്കിയാണ് പൊട്ടിയാന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുണുക്കിക്ക് പുതിയത് വേണമെന്നുണ്ട് കുണുക്കി അത് കയ്യിലാക്കിയിട്ടാണ്. അങ്ങനെ പാവ കുണുക്കനിപ്പോൾ ലഞ്ച് ബാഗ് മേടിച്ച് തരുമ്പോൾ ചോദിച്ചിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ആ ബാഗിന് വലിയ കുഴപ്പമില്ലാത്ത ഞാൻ ഒന്നും പറയണില്ല കേട്ടോ. അങ്ങനെ കുണുക്കനും പനിയുടെ ഗുളിയും ശ്വാസം കൊണ്ട ഗുളിയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അതാണ് കേട്ടോ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുണുക്ക് നെബുലേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കുണിക്കുമ്പോൾ കൂടെ വന്നിരിക്കുന്നുണ്ട്. ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്യണതെന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളം പിടിച്ചിട്ട് കുറേ നേരം നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഗുളിക, പക്ഷേ ചില സമയത്തുണ്ട് ഒരു ചെകുത്താൻ കയറിയ സ്വഭാവമുണ്ട് എൻ്റെ കുണുക്കന്. അങ്ങനെ മൂക്കൊക്കെ അടഞ്ഞിട്ടിരിക്കുക കേട്ടോ. നമുക്കിങ്ങനെ ഡബ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥ മൂക്ക് അടഞ്ഞു കഴിഞ്ഞാട്ടോ. അങ്ങനെ നമ്മൾ അടക്കളയിലുള്ള ലഞ്ചുകാരനൊക്കെ ആക്കി അവർക്ക് മരുന്ന് കൊടുത്തു. അതിന് ശേഷം നമ്മൾ കുണുക്കന് മുടിയൊക്കെ ഈരി കുട്ടപ്പനാക്കിയിട്ട് തല ഒളിപ്പിച്ചിട്ട് തല നനഞ്ഞ് തോർത്തോണ്ട് തുടച്ചോളൂ എന്ന് വെച്ചാൽ അവനൊന്ന് ചീമിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ ടോക്കൺ ഇട്ടു, ബെൽറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ സോക്സ് കൊണ്ട് ഇട്ടു, ഷൂ ഒക്കെ വറ്റിക്കിട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യമൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു കേട്ടോ. അതിപ്പോൾ കുണിക്കുമ്പോഴായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒക്കെ കുറേയൊക്കെ നമുക്ക് കുറച്ചൊക്കെ ചെയ്ത് കൊടുത്താൽ മതിട്ടോ. അങ്ങനെ കുണിക്കുമ്പോഴേക്കും 2 വശം മുടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡബ്ബിയമ്മയെ കട്ട് ചെയ്തിട്ട് വേറെ ഒന്നില്ല കോട്ടായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എത്ര പ്രാവശ്യം ഒന്നുമില്ല കേട്ടോ. കുറേ എന്താ പറ്റണോ കുറേ പ്രാവശ്യം കേട്ടോ. ഈ ഗുളികയുടെയൊക്കെ തോന്നുന്നു എനിക്ക് ഇന്നലെയൊക്കെ തീരെ വയ്യായിരുന്നു കേട്ടോ. ഇന്നും മോശമൊന്നുമില്ല, എന്നാലും നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ നടക്കണ്ടേ. എനിക്കിന്ന് കുണുക്കനെ മീറ്റിംഗ് പഠിക്കുമ്പോൾ ഭയങ്കര വേദനയും ഭയങ്കര ബുദ്ധിമുട്ട് കാരണമൊക്കെ ആയിരുന്നു. പക്ഷേ ടീച്ചർമാരെ കണ്ട് സംസാരിച്ചപ്പോൾ ആ വേദനയ്ക്കൊക്കെ ഒരു സുഖമുണ്ട് കേട്ടോ, ഒരു സന്തോഷമുണ്ട്. അങ്ങനെ കുണിക്കുമ്പോൾ സോക്സ് ഇട്ട് കൊടുത്തു. കുണിക്കുമ്പോൾ സോക്സ് കുണുക്ക് ഒറ്റയ്ക്ക് കിട്ടും അല്ലേ, അതിനെ ഇട്ട് കൊടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുണിക്കുമ്പോൾ സോക്സ് കിട്ടില്ല അവർക്ക് ചന്ദനം തൊട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അച്ഛനായാലും മക്കൾക്കായാലും ഞാൻ ചന്ദനം തൊട്ട് കൊടുത്തോളാം കേട്ടോ. എനിക്കൊരു സംതൃപ്തിയേ ഉള്ളൂ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അവർക്ക് ചന്ദനം ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ അതിൻ്റെ കുടിക്കാനുള്ള വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടക്കളയിൽ പോയി. ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് പോവാനുള്ള സമയമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ രാവിലെ കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ അങ്ങനെ പോയതാണ്. പോയത് വേറെ ഒന്നുമല്ല, ഇന്നത്തെ ദിവസം തന്നെ നമ്മുടെ കുണക്കനും സ്കൂളിൽ മീറ്റിംഗ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു മീറ്റിങ്ങിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിന് ഞാനും അനിയേട്ടനും കൂടി പോയിട്ടാണ്. അപ്പോൾ സ്വതവേ എല്ലാ പേരൻസിനുള്ള പോലെ എനിക്കും ടെൻഷനായിട്ട് ഉണ്ടുള്ള പേരൻസ് എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ കുട്ടിക്കാലത്തൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ എന്നാലും പൊന്നിൻ്റെയൊക്കെ പോകുമ്പോൾ ടെൻഷനാണ്. ടീച്ചർമാരെ വാരികൾ കേൾക്കണ്ടിട്ടുള്ള പോക്കായിരുന്നു. ഇന്ന് ലൈഫിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമായിട്ടൊന്നും ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് ഞങ്ങൾ PTA മീറ്റിങ്ങിൽ പോയി. അപ്പോൾ അതിലെ പ്രിൻസിപ്പൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവർക്ക് മനസ്സിലായി എല്ലാവർക്കും ഇംഗ്ലീഷ് മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു ചെറിയ മടി, മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാനുള്ള ഒരു ചെറിയ മടി. കാരണം എന്നോട് പറഞ്ഞത് മൈക്ക് മേടിച്ച അഭിപ്രായങ്ങൾ പറയാം, നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. അപ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ കുട്ടികളെ ഈ സ്കൂളിൽ ചേർത്തിയിട്ട് നിങ്ങൾ ഹാപ്പിയാണോ അല്ലോ. 2-3 ചോദ്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഏറ്റവും ബെസ്റ്റ് ഒരു തീരുമാനമാണ്. ഞങ്ങൾ 2 മക്കളുടെ വീഡിയോ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഉണ്ണികൾ ചൂഷണമെങ്കിൽ അവിടെ ഇച്ചിരി വീഡിയോ എടുത്തിട്ടാണ്. അപ്പം നമ്മുടെ സീരിയൽ നടി ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. 2 ദിവസം ലീവിനെത്തിയിട്ട് മൂപ്പര് കാര്യം ഇതാക്കിയപ്പോൾ ഞങ്ങൾ അവളെയും കൊണ്ട് വന്ന് പൊന്നിൻ്റെലേക്ക് ഇത് മുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഇതെല്ലാം അവിടെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴത്തെ ഞങ്ങളൊരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശബ്ദങ്ങളില്ലാണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും അതുകൊണ്ടല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എപ്പോഴും പറഞ്ഞു നിങ്ങളുടെ വിഷമങ്ങൾ അതോട് മിനിറ്റ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ സന്തോഷങ്ങളായാലും ഞങ്ങളുടെ ചെറിയ ഞങ്ങളുടെ ലൈഫിൽ തന്നെ എന്തൊരു കാര്യം നിങ്ങളോട് ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് റോസ്ബേയിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ ചോദിച്ചാലാണ് നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങളുടെ മക്കളെ അവിടെ ചേർത്തിയത്. അപ്പോൾ 100% ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരുന്നു ഞങ്ങൾ മക്കളെ മാറ്റിയത്. അതിലൊരുപാട് നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഉണ്ണികളെ മാറ്റി ചേർത്ത് നല്ല സ്കൂൾ CBSE സ്കൂളിൽ ചേർത്ത് നോക്കും. ഒരുപാട് ആൾക്കാർ എന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ മക്കളെ നല്ല ഏറ്റവും കൂടുതൽ
നന്ദി പറയേണ്ടത് ജേക്കബിന്റെ ജോസഫിന്റെ അപ്പനോടാണ്. മൂന്നാളോട് നന്ദിയുണ്ട്. മൂന്നാളെന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയോടാണ്. ആ ഫാമിലിയും അതിനൊപ്പം നമുക്ക് ആ സ്കൂളിൽ ചേർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഭാവി അത് പെട്ടെന്ന് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് അങ്ങനെ ഇത്രയും നല്ലൊരു സ്കൂൾ നമ്മളെ മക്കളെ ചേർത്താൻ പറ്റിയത് കൊടുക്കാൻ വേണ്ടി നമ്മുടെ അങ്ങനെ എടുത്ത് ചാടി ഒന്നും ചെയ്യാനില്ല. അന്ന് 40,000-40,000 അടുത്ത് നമുക്ക് അങ്ങനെ ചെലവും കാര്യങ്ങളൊക്കെ വന്നതൊക്കെ നമുക്കന്ന് നമ്മളൊരാളെ സഹായിച്ചു. നമ്മുടെ ദൈവം അതാണ്. ദൈവത്തിനെ തുല്യം ദൈവം തന്നെയുള്ളൂ. അത്രയുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഞങ്ങളുടെ നമ്മുടെ ലൈഫിൽ ചില നിമിഷങ്ങൾ ഒരാളെ കണ്ടുമുട്ടുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെ ഒരു കണ്ടുമുട്ടലാണ് കേട്ടോ. നമുക്ക് അന്നും ജോസഫ് ജേക്കബ് എന്ന് പറഞ്ഞാൽ അവരപ്പനെ കണ്ടുമുട്ടിയത് കേട്ടോ. എന്താ ഞാൻ എന്നോട് ചോദിക്കട്ടെ, അവരെ കാണാനില്ല ഈ സ്കൂൾ കുണുക്കനെ സ്കൂൾ തുറന്ന സമയത്തുള്ള വിഷമം. ജോസഫ് ജേക്കബ് വരുന്നില്ല മജ. അപ്പം ഞാൻ ആദ്യം 2 ദിവസം എന്താണ് ഉണ്ണുകൊല്ല വയ്യാണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല, പേരറിയില്ല. ജോസഫിന്റെ അപ്പനും ജോസഫിന്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും അങ്ങനെ വരില്ല. ഞാൻ പേര് ഞാൻ ചോദിച്ചു മറന്നു പോയത് കേട്ടോ സത്യത്തില്. പിന്നെ പറഞ്ഞ മക്കളുടെ പേരിലല്ലേ ജോസഫിന്റെ അപ്പ പോണു ജോസഫിന്റെ അമ്മ പോണെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മൾക്ക് അവരെ പേര് വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് കാര്യം. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോഴും അങ്ങനെ പേര് വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പേര് സേവ് ചെയ്തിട്ട് ജോസഫ് ജേക്കബ് തന്നെ നമ്മൾ സേവ് ചെയ്ത നമ്പറിലുള്ളത് കേട്ടോ. അപ്പോൾ കുണുക്കാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താ പിന്നെയാണ് അറിഞ്ഞത് സ്കൂൾ മാറ്റിയെന്നത് കേട്ടോ. അപ്പം ഞാൻ ചിന്തിക്കും, ഞാൻ അവരുടെ നമ്പർ ഇട്ടാണ്ട് കുറേ ശ്രമിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അവസാനം ഞങ്ങൾ വഴിയിൽ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി നിർത്തിയപ്പം അവിടെ ഉണ്ട് ജേക്കബിൻ്റെ പപ്പ നിൽക്കണു. അപ്പം ഞാൻ എന്നോട് അനുവേട്ടാ അതാ ജേക്കബിൻ്റെ പപ്പ നിൽക്കണായിട്ട് ഒന്ന് ചോദിക്കാനായിട്ട് ആ മക്കളെന്നെ എവിടെ ചേർത്ത് ഒന്ന് ചോദിക്കുന്നതാണ്. അപ്പം ആ സമയമാകുമ്പോൾ എനിക്ക് ഉണ്ണിയോളെ മാറ്റി ചേർത്തണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഇങ്ങനെ നിൽക്കുന്ന ടൈം. അതായത് ഉണ്ണിയോളെ പഠിപ്പിന് ഭയങ്കര പ്രശ്നമായി, അവരുടെ വിദ്യാഭ്യാസം കറക്റ്റ് പോകണില്ല എന്ന് അറിഞ്ഞൊരു സമയമായപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നുള്ള ചിന്ത വന്നു. എന്നാലും ഇത്ര പെട്ടെന്ന് പറ്റില്ല, അടുത്ത കൊല്ലത്തേക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ. ഈ കൊല്ലം മാറ്റി ചേർത്താൻ പറ്റും, നമ്മുടെ അടുത്ത കൊല്ലത്തേക്ക് ചേർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചപ്പോ തീർച്ചയായും ഞങ്ങൾക്ക് ആ നന്ദി പറയണ ജേക്കബിന്റെ പപ്പോടാണ് കേട്ടോ. ജേക്കബിന്റെ പപ്പയാണ് അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ അപ്പോഴേക്കപ്പോൾ അവരുടെ നമ്പർ തന്നു, എല്ലാം തന്ന്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കുന്നതിൻ്റെ കാരണം ചേച്ചിയും ജേക്കബിന്റെ അപ്പയൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. നമ്മളെ മക്കളെ ഞങ്ങളെ ഏറ്റവും ആഗ്രഹിക്കുന്നത് അവരെ നല്ലൊരു ഭാവിയാണ്. ഒന്നാമത് ഞങ്ങൾക്ക് ഇത്രയും വയസ്സ് ഡിഫറൻസിൽ ചെറിയ മക്കളുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാണ് അവരെ ഒരു ഭാവിയുടെ കാര്യത്തിൽ. അപ്പോൾ അവർ പഠിച്ച് സെറ്റായി അവർ നല്ലൊരു ഭാവിയിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു വരെയെങ്കിൽ അവർ സേഫായി അവർ ഹാപ്പി അവരെ നാളത്തെ അതായത് ഞങ്ങളില്ലാത്തൊരു കാലഘട്ടം ഞങ്ങളുടെ മക്കൾ നരകിക്കരുത്, ഒന്നുമില്ലാത്തവന്മാരെ നടക്കരുത് നല്ല ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് അവർക്ക് ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും കൊടുക്കാനില്ല, പക്ഷെ നമുക്ക് അവർ കൊടുക്കാൻ വേണ്ടി നല്ല വിദ്യാഭ്യാസമാണ്. അപ്പോൾ പരമാവധി ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ അവർക്ക് പറ്റണ പോലെ അവർ നല്ല ട്യൂഷനും കാര്യങ്ങളും ഒക്കെ ആക്കി ട്യൂഷൻ ക്ലാസ്സിലെ മാമായാലും ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചറായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് സ്കൂളിൽ ഇപ്പം നല്ല ഇതാണ് കേട്ടോ. അവർ പഠിക്കുന്നുണ്ട്, എല്ലാം കുടുക്കിയിട്ട് ടീച്ചേഴ്സ് നല്ല മാർക്കുണ്ട്, കുഴപ്പമില്ല. ഫസ്റ്റ് ഒന്നല്ല മാർക്കിനെറ്റ് കൂടുതൽ അവര് നല്ല കുട്ടികളാണ്. അതൊരു നമ്മൾ അച്ഛനമ്മ കേൾക്കേണ്ടത് നല്ല അതും എനിക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നാളെ കുണുക്കാനായാലും കുണിക്കായാലും വളർന്നു വരുമ്പോൾ ആദ്യം അവർ നല്ല വ്യക്തികളാവണം, നല്ല സ്വഭാവമുള്ള 2 മനുഷ്യരാണ്. അതാണ് എനിക്ക് ഏറ്റവും ആവശ്യം. എന്താ വെച്ചാൽ ഒരിക്കലും നാളെ എൻ്റെ മക്കൾ കാരണം മറ്റുള്ളവർക്ക് അറിയാൻ ഇടവരരുത്. അങ്ങനത്തെ ഒരു മക്കളായിട്ട് വേണം വളരാൻ. നമ്മുടെ മക്കളോട് ശ്രമിക്കുക ദൈവത്തിൻ്റെ അല്ലേ. നമ്മൾ പരമാവധി അവർക്ക് നല്ല അന്തരീക്ഷങ്ങളും നല്ല സാഹചര്യങ്ങളും നല്ല കാര്യങ്ങളാണ് എത്തിപ്പിക്കണതും ചെയ്യിപ്പിക്കണതും ഒക്കെ. പറഞ്ഞല്ലോ, ഒരു സ്ത്രീയെ ബഹുമാനിച്ചിട്ട് വേണം ഒരു കുഞ്ഞു മോനായാലും വളരണമെങ്കിൽ. എന്താ വെച്ചാൽ ഒരു സ്ത്രീയുടെ കണ്ണീര് ഒരു സ്ത്രീ എന്താണെന്ന് അറിയണം ആ മക്കൾ വളരുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ നാളെ ഒരു സ്ത്രീനെ ചതിക്കാൻ ഒരു മോൻ പേര്. അപ്പം അങ്ങനത്തെ ഒക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ കുഞ്ഞിനോട് പറയും, അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു വരും അന്ന് കൊടുക്കലാണല്ലോ കേട്ടോ. കൊടുക്കനെ നല്ലൊരു വ്യക്തിയായിട്ട് വളർത്തണം കേട്ടോ. പിന്നെ ഒരിക്കലും നമ്മുടെ കുടുക്കനോട് ഒരാൾ കരയാണ്ട് വരുത്തത്. അപ്പം അതിനെ ഞാൻ കുടിക്കലും അതിനൊപ്പം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയ നല്ല മക്കളാണെന്ന് 2 ടീച്ചറും അവരക്ഷരം നല്ലതാണ്. അയ്യോ എന്താ പറയാ, അതെന്തെങ്കിലും പറഞ്ഞ നല്ല ശാന്തമായിട്ട് മക്കളെ പൊക്കി പറയല്ല. നമുക്ക് ഇന്ന് സ്കൂളിൽ പോയപ്പോ അവരേന്ന് ടീച്ചേഴ്സിന്റെ കിട്ടിയ ഒരു അനുഭവം പറയാം. തീർച്ചയായിട്ടും. അതായത്
ഞാൻ ചോദിച്ചു കുറുമുണ്ടോ ടീച്ചർമാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ ഈ എല്ലാ മാം ഒന്നും പഠിക്കുക അവർ സൈലൻ്റായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ അതിന് എഴുതി എല്ലാം കാണിച്ച് അവിടെ നിന്ന് തരും. കുണുക്കിന് എഴുതാട്ട് കൊടുത്തന്നെ അത് കഴിയണ വരെ കുണുക്കാതെ എഴുതി ശ്രദ്ധിച്ച് എഴുതിയതിൻ്റെ ശേഷം കുണുക്കാൻ മറ്റുള്ളവർക്ക് തിരിയുള്ളൂ. അത് ഭയങ്കര ഒരു ഇതാ. കുട്ടികൾക്ക് എഴുതാവുന്ന കുട്ടികൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിട്ടൊക്കെയാണ് അത് സ്വാഭാവികം എല്ലാം ഉണ്ട്. പക്ഷെ അതിന്നൊക്കെ മാറ്റി ഇവരെ ഇങ്ങനെ കേൾക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അച്ഛനമ്മ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഞാൻ ടീച്ചറോട് സംസാരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നിട്ടോ. ഞാൻ ടീച്ചറോട് അവരോട് ബുദ്ധിമുട്ടുണ്ട്, അവർ ഇങ്ങനെ മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് മാറേണ്ട കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് പഠിച്ചെടുക്കാമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അവർ നന്നായി പഠിക്കുന്നുണ്ട്, അവർ സെറ്റാണ്, ഒന്നുകൂടി സെറ്റായി വരിക വേണ്ടോ. അപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ടൊക്കെ കേട്ടപ്പം പിന്നെ റോസ്ബേ സ്കൂളില് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അല്ല, നമ്മുടെ മക്കളുടെ അനുഭവത്തിന്ന് പറയാണ്, ഇതുവരെയുള്ള അനുഭവത്തിന്ന് പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേമാതിരി സ്കൂൾ മാറ്റി ചേർത്തണം എന്ന എന്തെങ്കിലും ഒരു മനസ്സിലെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അല്ല കൊടുക്കണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങി വെള്ളം അവർ ചോദിക്കുകയാണെങ്കിൽ അവർ ബാത്റൂമിലേക്ക് പോകണം, അതൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് സന്തോഷമായി. അല്ല, അതൊരു കുറച്ച് ചെറിയ ചെറിയ വാക്കുകൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അതൊക്കെ അവരിങ്ങനെ അത് അവരെ സംബന്ധിച്ച് സാധാരണ സ്കൂളിൽ നിന്ന് അവരിപ്പോ പോയിട്ടുള്ളൂ 3-4 മാസം കൊണ്ടാണ്. അത് 6 മാസമായിട്ടുള്ള സ്കൂൾ തുറന്നിട്ട് ഇവരുമായിട്ട് 2-3 മാസം. തീർച്ചയായിട്ടും ട്യൂഷൻ ടീച്ചർ അക്ഷരം അവന്റെ ഭംഗിയാക്കി രണ്ട് ടീച്ചർമാർക്കും അതിന് 100% പങ്കുണ്ട്, അത് ഉറപ്പാണ്. അവന്റെ അവരുടെ അക്ഷരം ഭംഗിയാണെങ്കിലും അത് നല്ല നിലയ്ക്ക് അവരിൽ കഴിവുണ്ടെങ്കിൽ പോലും അവര് പുറത്തേക്ക് എടുത്തിരുന്നില്ല. ഒരാത് എഴുതാനും നമുക്കറിയില്ല കേട്ടോ, അങ്ങനെ വിരല് വെച്ചിട്ട് എഴുതണം, അല്ല അങ്ങനെ നമുക്ക് തന്നെ അവര് പഠിക്കുന്നില്ല, അതിന്റെ അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. വിരല് വെച്ചിട്ട് അതിന്റെ ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതണം, അതൊക്കെ അതൊക്കെ ഇങ്ങനെ അത് എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാത്തവർക്ക് അങ്ങനെ ചിലവർക്ക് അറിയാല്ലേ. ഇല്ല, എനിക്ക് ടീച്ചർ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ അറിയാം. കുട്ടികൾക്കൊക്കെ ഓരോ വിരല് വെച്ചിട്ട് എഴുതിപ്പിക്കാം, ഓരോ വാക്ക് എഴുതുമ്പോ അപ്പൊ കറക്റ്റ് നല്ല ഭംഗിയിൽ എഴുതിയോടാ സത്യമായിട്ടാ. അപ്പൊ സ്കൂളിൽ റോസ്ബേ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് വെച്ചാൽ അവർ ഇന്റർനാഷണൽ ലെവലിലേക്ക് തന്നെയാണ് ആ സ്കൂൾ അവർ വളർത്തി കൊണ്ടുവരുന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇന്റർനാഷണൽ ലെവലിലേക്ക് തന്നെയാണ്. അതാണ് ക്ലാസ് റൂം കണ്ടപ്പോൾ കുണിക്കിന് ക്ലാസ് റൂം കണ്ടത് ഞങ്ങൾ ഇന്നാ. കുണിക്കിന് ഞങ്ങൾ കരഞ്ഞു, സത്യമാണ് ഞങ്ങൾക്ക് കരച്ചില് വന്നു ഞങ്ങളുടെ 2 മക്കളുടെ ക്ലാസ് റൂം കണ്ടപ്പോൾ. വേറെ ഒന്നല്ല, ഇത്രയും നല്ല നിലയ്ക്ക് ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റും. ഇത്രയും നല്ലൊരു സ്കൂളിലാണ് അവർ പഠിക്കണത്, ഇത്രയും നല്ല നീറ്റായിട്ട് സ്ഥലത്താണ്. അവര് ആഗ്രഹിച്ചതും നമ്മൾ ആഗ്രഹിച്ചൊക്കെ ഇതുവരെ നടക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഫുള്ള് AC ആണ് സ്കൂള്. അപ്പൊ അതിന്റെ നീറ്റും അതായത് ഒരാളെന്നല്ല എല്ലാ സ്റ്റാഫും അതിൽ പ്രിൻസിപ്പൾ ആയാലും സ്കൂളിലെ മാനേജ്മെന്റിലെ അവിടുത്തെ മാനേജ്മെന്റ് ആയിട്ട് 2 ആള്. പേരെന്താ സലീം, മറ്റേ സാറിന്റെ പേര് കറക്റ്റ് അറിയില്ല. മാനേജ്മെന്റ് അതിന്റെ പ്രിൻസിപ്പാളിന്റെ പേരും മറന്നതാണ്. ഇപ്പൊ എല്ലാം നിങ്ങൾ ഏതായാലും ഉണ്ട്, കയ്യിലുണ്ട്. പ്രിൻസിപ്പൾ ആയാലും ഇപ്പൊ പേര് വേണമെന്നില്ല, റോസ്ബേയുടെ പ്രിൻസിപ്പൾ ആലോചിച്ച് ഒരൊറ്റ ഉള്ളൂ. അപ്പൊ ആ ആളായാലും അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും അവിടുത്തെ സ്റ്റാഫ് ആയാലും അവിടുത്തെ എല്ലാം അവിടുത്തെ എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയൊരു കാര്യം വെച്ചാൽ അവർ നമ്മളോടൊരു സോറി ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ എന്നുവെച്ചാൽ അവർക്ക് പറയണ്ട ഇന്ന് PT മീറ്റിംഗ് ഉണ്ട്, എത്ര മണിക്ക് വന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അവരത് നമ്മളോട് പറയാം നിങ്ങളുടെ ഉച്ച ടൈമാണ്, അത് നമ്മുടെ സൗകര്യം നോക്കിയിട്ട്, അതായത് എല്ലാം വീട്ടമ്മമാരുടെ ജോലി കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈം, അവർ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് അവർ 1.5 ടൈം എടുത്തത്. അപ്പം നിങ്ങൾക്ക് അപ്പം എല്ലാത്തിനും നമ്മുടെ പേരൻസിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസ്ഥകളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ആ മാനേജ്മെന്റ് പോണത് എന്നാണ് എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയത്. ഒരു ചായ ആയാലും ഒരു എന്തായാലും എണ്ണക്കടി എന്തായാലും അവര് അതിന്റെ നീറ്റൻസിൽ എല്ലാവർക്കും കൊടുത്ത് എല്ലാ സ്റ്റാഫുകളായാലും എല്ലാവരും സപ്പോർട്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമുക്ക് അതാണ്, നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഹാപ്പി, ഇന്ന് നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ മക്കള് ഹാപ്പിയാണ്. അത് അവിടെ വെച്ചിട്ട് മൈക്കേല് പറയാൻ അതിന് അവര് പറഞ്ഞതിന്റെ മറുപടി അല്ല കാര്യങ്ങളൊക്കെ മൈക്കേല് പറയണം. ഉണ്ണിക്ക് സാധിച്ചായിരുന്നു, എനിക്ക് സാധിച്ചില്ല, ഉണ്ണിക്ക് സാധിച്ചായിരുന്നു. ഞാൻ ഉണ്ണിയോട് പറഞ്ഞതാണ്, അപ്പൊ ഉണ്ണി പറഞ്ഞില്ല. അപ്പൊ അത് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂൾ ബന്ധപ്പെട്ട് അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും അടിപൊളിയാണ്. അതേപോലെ ഞങ്ങളുടെ മക്കളുടെ ക്ലാസ് ടീച്ചേഴ്സ് ദിവ്യ മാം ആയാലും പ്രീത മാം ആയാലും കുണിക്കിന്റെയും 2 ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ അതിക്ക് ഭയങ്കര
ഭയങ്കര ഇതായിട്ടാ. നമ്മളൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ നമ്മളിങ്ങനെ പഠിക്കുന്ന സ്കൂളിൽ നമ്മുടെ ടീച്ചർമാരൊക്കെ ശരിക്കും പഠിക്കുന്ന കുട്ടികളെ മാത്രം സ്നേഹിക്കുക, അല്ലാത്തവരെ സ്നേഹിക്കില്ല, അങ്ങനെ ചീത്ത പറ ഭയങ്കര സ്ട്രിക്റ്റ് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ. പക്ഷെ അങ്ങനത്തെ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് സ്കൂളിൽ പോകാനടക്കം ഒരു മട്ടിപ്പുള്ള ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ടീച്ചേഴ്സിന്റെ ബുദ്ധിമുട്ടുണ്ട്. ടീച്ചർമാർ ഒരുപാട് ടീച്ചർമാരിന് ഇപ്പോഴും കുറെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എൻ്റെ പൊന്നായാലും കുഞ്ഞിനായാലും ഒക്കെ കുഞ്ഞില്ല കേട്ടോ. ബദനിയിലെ ടീച്ചേഴ്സും നല്ലതായിരുന്നു, കുഞ്ഞില്ല. അതുപോലെ ചെറിയ ചെറുലയത്തെ സ്കൂളിലെ ടീച്ചേഴ്സും സൂപ്പറായിരുന്നു. പക്ഷെ വലിയ ചെറുലയത്തിലെ ഞാൻ പഠിക്കാത്ത കുട്ടികളൊക്കെ 2-3 തരണ്ട. പക്ഷെ സംസാരം അവരെ അമ്മമാരോടായാലും കുട്ടികളോടായാലും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ളത് കഴിവവർക്കില്ല. ഞാനുള്ള സത്യസത്യമായിട്ട് പറയാം. എനിക്ക് ആരും പേടിക്കുന്ന കാര്യം, ഞാനുള്ള സത്യം പറയണം. ഇന്ന് ഞാൻ കുടുങ്ങിന ക്ലാസ്സിലാണ്. അപ്പം ടീച്ചറും ആ കുട്ടികളും തമ്മിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അമ്മയും മക്കളുടെ എന്തെയാ, അതാണ് ആ ഒരു ടീച്ചർ എല്ലാവർക്കും ഒരു അമ്മയാണ്. അതൊക്കെ ഭയങ്കര കൊടുക്കേണ്ട. ക്ലാസ് ടീച്ചറായാലും ആ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷാവൂല്ലേ. നമ്മളൊക്കെ ടീച്ചർമാർ വടിയോണ്ട് 2 തട്ടായിട്ട് മിണ്ടാണ്ടിരിക്കുന്ന പറയും, ഒരു ഓളി ബഹളൊക്കെയായിരുന്നു. അതൊന്നും അല്ല, ഇതൊക്കെ എന്തൊരു നല്ല നീറ്റായിട്ടാണെന്ന് പറയാം ഒരു സ്കൂൾ കൊണ്ടുപോണത്. എത്ര ഭംഗിയിലാവും സ്കൂൾ കൊണ്ടുപോണത്. അതായത് ഇപ്പൊ നമ്മുടെ മക്കളൊന്നും സ്കൂൾ വണ്ടിയിലല്ലാട്ടോ പോണേ. എന്നാ പോലും അവിടുത്തെ ഒരു 3-4-5 ചേട്ടന്മാരുണ്ട് ഡ്രൈവർ. ചേട്ടന്മാരും അനിയനും ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ മൂത്ത കുട്ടികൾ 3-4-5 ചേട്ടന്മാർ, പിന്നെ ഒരു അനിയൻ എന്ന് പറഞ്ഞ ചെറിയൊരു ആൺകുട്ടി ഉണ്ട് കേട്ടോ. അവരായാലും നമ്മളെ കാണുമ്പോൾ ചിരിക്കാനായാലും അത് അത് നമ്മളെ ഇപ്പൊ ഞങ്ങൾ ആസ്ട്രോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് അവിടുത്തെ ഓരോ മാനേജ്മെന്റിന്റെ കഴിവാണ് കേട്ടോ. അവിടുത്തെ ഓരോ മാനേജ്മെന്റിന്റെ കഴിവാണ്. അവരെ സ്റ്റാഫുകളെ അങ്ങനെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ കാണിച്ചു കൊടുക്കുന്നതാണ്. അത് സത്യം, അത് അടിപൊളിയാണ്. ഞാൻ ഹാപ്പിയാണ്. ഇന്ന് വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും ചേർത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വീണ്ടും ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുതിയ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത കൊല്ലത്തേക്കുള്ള അഡ്മിഷനുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ചേർത്താവുന്നതാണ്. നമുക്കിതിൽ കാശിനോ കാര്യങ്ങളോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ടൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ചിന്തിക്കണില്ല. നമ്മൾ യൂട്യൂബേഴ്സ് അങ്ങനെ ഇല്ലേ, അപ്പോൾ അവരോട് പറയിപ്പിച്ചാൽ അങ്ങനെ ഒന്നല്ല. ഇത് ഞങ്ങൾ മനസ്സറിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാ പേരൻസും അച്ഛനമ്മമാരും മക്കളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. അവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സ് കുട്ടികളോട് എങ്ങനെ പെരുമാറണം, പേരൻസിനോട് എങ്ങനെ പറയണം, സത്യം സമ്മതിച്ചു കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂളും അവിടുത്തെ ഒരു മാനേജ്മെൻറ്റും അവിടുത്തെ പ്രിൻസിപ്പളായാലും എല്ലാവരും എന്താ പറയാ, സ്കൂള് ക്ലാസ് റൂമിലൊക്കെ പറയാം. ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് അവർ പറയണ വാക്കുകളിൽ മാത്രമല്ല, ആ ലെവലിൽ തന്നെയാണ് സ്കൂൾ കൊണ്ടുപോകുന്നത്. നമ്മൾ പലയിടത്തുണ്ട് പറയണതൊന്ന്, പ്രവൃത്തിയിൽ വേറൊന്ന്. അത് അവര് പറയുന്നുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും അവരോട് തിരുത്താനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ തീരുമാനം നമുക്ക് എന്തെങ്കിലും മാറ്റാനുള്ള. പക്ഷെ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവരിൽ ഒരു മാറ്റം പറയുന്ന ഒരു കാര്യങ്ങളും ഇങ്ങനെ തന്നെ പറഞ്ഞു. ഒരു വീടാകുമ്പോ നമുക്ക് വീട്ടിലെ ഗൃഹനാഥം പറഞ്ഞാലും നമ്മൾ മക്കളാണെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ അതേ ഒരു സ്റ്റാൻഡിൽ തന്നെ അവര് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ എഴുതി ഇതാട്ടോ നമ്മളെ അഭിപ്രായം നമുക്ക് എഴുതിയിടാം. അവരത് പരിഗണിക്കുന്നതാണ്. പിന്നെ എന്താ പറയുക വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മളെ മക്കൾ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും നീറ്റായിരിക്കണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ ഒരു ദിവസം ഒരു ക്ലാസ് റൂമിൽ, ഇപ്പോഴത്തെ മുന്നത്തെ ഒരു ക്ലാസ് റൂമിൽ ഞാനിപ്പോൾ ഞാൻ ആ ക്ലാസ് റൂം കണ്ടിട്ട് വിഷമമായി. മണ്ണും ചെളിയും ആകെ ആയിട്ടിട്ട് ഞാൻ അടുത്തോലൊക്കെ നമ്മുടെ മക്കളും ആ ക്ലാസ് റൂമിലെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ അത് സ്കൂളിലെ ഒന്ന് ശ്രദ്ധ വേണം. നമ്മളെ കുഞ്ഞ മക്കളിൽ നിന്ന് പഠിക്കുന്ന ക്ലാസ് റൂമാണ്. അപ്പോൾ ഒന്ന് അടിച്ച് നീറ്റാക്കിയില്ല. ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ ഇവിടെ ഹാപ്പിയാണ്. അവർ നല്ല നീറ്റായിട്ടുള്ള ക്ലാസ് റൂമും നീറ്റായിട്ടുള്ള എല്ലാം സൂപ്പർ ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റോസ്ബേ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കോമ്പൗണ്ട് മാത്രമല്ല ആ മാനേജ്മെന്റ് തന്നെയാണ്. റോയൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവരുടെ സ്കൂൾ തന്നെയാണ് കേട്ടോ. ചെർമനങ്ങാട് എന്നാണ് അതിന്റെ സ്ഥലത്തിന്റെ സ്പോട്ട്. അത് ചെർമനങ്ങാടാണ്. അതായത് പന്നിത്താടം എന്ന് പറഞ്ഞാൽ കുന്നംകുളത്തിന്റെ അടുത്തായിട്ട് വരും. പക്ഷെ ചാവക്കാട് കേച്ചേരിന്ന് പിന്നെ ചങ്ങരകുളം ആ സൈഡിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. 20 കിലോമീറ്റർ കൂടുതലും ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് മാറ്റി ചേർത്തുള്ള
പോണവരൊക്കെയാണ് എനിക്ക് തോന്നണത് കൂടുതലും. അങ്ങനത്തെ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നണ. ഒരുപാട് ഇപ്പം ഞങ്ങൾ പോണേക്കാളും കൂടുതൽ കുട്ടികളായി പുതിയ വണ്ടി എടുത്തു അവര്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയ ഫോൺ വന്നിട്ട്, വേറെ ഒന്നുമില്ല, നമ്മുടെ സ്റ്റാഫിൻ്റെ, നമ്മുടെ ഷോപ്പിലുള്ള സ്റ്റാഫിൻ്റെ ബ്രദറിന് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ രാവിലെ അവള് ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീവ് വന്നപ്പോൾ ഇനി 2 ദിവസം ലീവ് എടുക്കണം ഹോസ്പിറ്റലിൽ. അപ്പം നമുക്കിപ്പോൾ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു അപകടങ്ങളാണ്. അപ്പോൾ അവൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് കുഴപ്പമില്ല. എന്നാലും കണ്ണമ്മ ഉള്ളത് പറയണില്ലേ, പിരികത്തമ്മ കൊണ്ടുപോയി എന്ന് അത്ര തന്നെ. അത് അങ്ങനെ സമാധാനിക്കുക. നമുക്ക് എന്ത് പറ്റിയാലും നമുക്ക് വിഷമം തന്നെയാണ്. അപ്പം നമ്മുടെ മക്കളെ ചെറിയൊരു സൂചി കുത്തിയ അല്ലെങ്കിൽ കട്ടുറുമ്പ് കടിച്ചാൽ വരെ നമ്മൾ വേദനിക്കുന്ന അച്ഛനമ്മമാരാണ്. നമ്മൾ മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനമ്മമാരും അവർക്ക് എന്ത് പറ്റും. അപ്പം അതൊരു വേദന തന്നെയാണ്, അല്ല എന്നല്ല. എന്നാലും വലുതൊന്നും പറ്റാണ്ട് ചെറുതുമ്മ ദൈവം അവസാനിപ്പിച്ച് തന്നതിൽ നമ്മൾ നന്ദി പറയാ. ഞങ്ങളുടെ സീരിയൽ നടീനെ കണ്ടിട്ടില്ലല്ലോ വന്നിട്ട്. ഞങ്ങളുടെ സീരിയൽ നടീനെ കണ്ടില്ലേ ഞങ്ങളുടെ വ്ളോഗിൽ എത്ര നാള്. എന്താ വാ നമുക്ക് പോവാ, മാമിന് വേമിനെടുക്ക വാ സുക്കാണ്ടി. എന്താ വിശേഷം എല്ലാവരോട്? സുഖാണോ ചോദിക്കേ, അത് പിന്നെ എടുക്കാ. സുഖാണോ ചോദിക്കേ? കാറ്റന് സുഖാറേ, കാറ്റന് സുഖ. അവരോട് ചോദിച്ചൊക്കെ കാറ്റൊരു സുഖം. ഒരു ഉമ്മോടുത്തല്ലായിരുന്നു കാറ്റു. കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പാപ്പനെ അമ്മാമ്മനെ കാണണല്ലോ. പിന്നെ ഒരാഴ്ച അപ്പാപ്പനെ അമ്മാമ്മേനെ എടുത്തിട്ടുണ്ട്. ഷെബിൻ ബാബു എന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഷെബി വരട്ടെ, ഒന്ന് വിളിച്ചേക്ക്. അപ്പയെ വിളിച്ചേക്ക്, അപ്പയെ വിളിച്ചോക്ക്, ബേബിയെ വിളിച്ചോക്ക്. എവിടെയാ കാത്തു? ഫോൺ എടുക്കട്ടെ വെച്ചേക്ക്. കാത്തു ഫോൺ എടുക്കട്ടെ വെച്ചേക്ക്. അച്ചാച്ച അടി വേണം, അച്ചാച്ചനോട് അടി വേണോ വെച്ചേക്ക്. അടി വേണോ വെച്ചേക്ക്. വേണോ ചോദിച്ചോ? കാത്തൂന് ദേഷ്യം വരുന്നുണ്ടോ? എങ്ങനെ ദേഷ്യം വരും? എങ്ങനെ ദേഷ്യം വരും കാത്തൂന്? അങ്ങോട്ട് നോക്കി കുട്ടിക്ക് എങ്ങനെ ദേഷ്യം വരിക? എങ്ങനെ സങ്കടം വരിക? അങ്ങനെ കാട്ടത്ത് കരച്ചിൽ വരുമോ? എനിക്കറിയാമോ? കരഞ്ഞേട്ടോ കരയില്ല. കരയണതാണോ ചെറുക്കാണോ? കരയണേ. പിന്നെ ഇങ്ങനെ ചെറുക്കിയ കാത്തു ചിരിച്ചേട്ടാ. അതാ ചിരിച്ചേട്ടാ ചിരിച്ചിങ്ങനെ ചെറുക്കിയ. അത് ചെറുക്കിയ കണ്ണു ഇങ്ങനെ ചെറുക്കിയ. ആ തുങ്ങിനാണ് തുമ്പാട്ടാ. ദേഷ്യം വന്നിട്ട് ദേഷ്യത്തിന് നോക്കിയ അങ്ങോട്ട് നോക്കിയ. ദേഷ്യത്തിന് നോക്ക് ആയില്ലേ? അപ്പൊ ദേഷ്യം ഇങ്ങനെ വരുന്നു, കൈ കൂടെ വരുന്നു മുഖത്തല്ലോ. ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങൾ അല്ലേ? ബൈ സീ യു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കാൻ അത് പുതിയ കോസേട്ട വന്നതാ. ഓട്ടോശയില് കുരിയോസേട്ട വിളിച്ചേ. ഓ കുരിയോസേട്ട അത് വിളിച്ചതാണോ? ദൈവേ കുരിയോസേട്ട പേര് മാറ്റൂല പോയിട്ട്. ആയിട്ടോ നമ്മുടെ തറവാട്ടിൽ ആരെന്നെയുണ്ട് പറഞ്ഞു കൊടുത്ത? തറവാട്ടിൽ ആരുള്ളത്? തറവാട്ടിൽ ആരെന്നെയുണ്ട്? തറവാട്ടില് മുത്തശ്ശേരി വീട്ടിൽ നമ്മൾ ആരെന്നെയുണ്ട്? അവിടെ ആരിക്കണ് മുറ്റ സിറ്റ് ഔട്ടില്? ആരാ? പാപ്പൻ. പിന്നെ ആരെന്നുണ്ട്? പാപ്പനുണ്ട്. പിന്നെ ആരെന്നുണ്ട്? മോടെ മാമനുണ്ട്. പറയേ. പിന്നെ അവിടെ ആരെന്നുണ്ട്? മാമൻ. പറയേ. അത് പറയാൻ പറ്റും. മാമനുണ്ട് പറയേ. പിന്നെ ആരെന്നുണ്ട്? മേമ. മുത്തശ്ശിനുണ്ടാ? മുത്തശ്ശിനുണ്ടാ? ഇല്ല. നമുക്ക് മുത്തശ്ശിനാണോ പോയല്ലോ?
കുട്ടി ശീലനടിയായിട്ട് മുത്തശ്ശിനെ കാണാൻ പോയിട്ടില്ലല്ലോ. അപ്പൊ അപ്പോട് കൊണ്ടുപോയിക്കേ കൊണ്ടുപോട്ടാ. ഞാൻ പാപ്പോട് ലവ് യു പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചേ. ലവ് യു പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കണം. താടി കുത്തുണ്ട്. ഇതിനും കൂടി റോസ് ബേക്കാർക്ക് കയ്യിൽ കൊടുക്കണം. റോസ് ബേയുടെ കയ്യിൽ ഏൽപ്പിക്കണം ഈ മുതല്. അടുത്ത കൊല്ലം ഞങ്ങള് മൂപ്പരക്കുള്ള അഡ്മിഷൻ ആണ് ഞങ്ങൾ എടുക്കുന്നതാണ് റോസ് ബേയില്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞോണ്ട് പോവാണ്. ബൈ. See you. Love you. കാത്തുമ്മ ലവ് യു. ആ അമ്മാമ്മ ലവ് യു എന്നല്ല പറയാ. ഇങ്ങോട്ട് വാ അമ്മാമ്മ വിളിച്ചേ. ലവ് യു. അപ്പാപ്പോട് പറഞ്ഞില്ലേ വിഷമേ.